ADGP MR അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുകയാണ് വിജിലൻസ് അന്വേഷണം. അന്വേഷണ റിപ്പോർട്ട് ഉടനെ തന്നെ DGPക്ക് കൈമാറും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ വലിയ അത്ഭുതമൊന്നും നമ്മൾ മലയാളികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഒരു വിജിലൻസ് ഉദ്യോഗസ്ഥൻ ADGPക്കെതിരെ അന്വേഷണം നടത്തിയാൽ ഇങ്ങനെ അല്ലാതെ മറ്റൊരു റിപ്പോർട്ട് എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യം തന്നെയാണ്. അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറുവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളിലാണ് വലിയ കഴമ്പൊന്നുമില്ലെന്ന് ഇപ്പോൾ ADGPക്ക് അനുകൂലമായി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വിജിലൻസ് പറയുന്നത്. അന്തിമ റിപ്പോർട്ട് ഉടനെ DGPക്ക് കൈമാറും എന്ന് മാത്രമല്ല, ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ അത് പണി കിട്ടാൻ പോകുന്നത് നിലമ്പൂർ MLA PV അൻവറിന് തന്നെയായിരിക്കും. അൻവറിനെതിരെ അജിത് കുമാറിന്റെ നിയമ പോരാട്ടം ഇതോടുകൂടി ശക്തമാക്കാനുള്ള സാധ്യതയാണ് ഇതിൽ കാണുന്നത്. പ്രധാനമായും ഉയർന്നത് 4 ആരോപണങ്ങളാണ്. കോടികൾ മുടക്കി കവടിയാർ കൊട്ടാരത്തിന് സമീപം ആഡംബര ബംഗ്ലാവ് നിർമ്മിക്കുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം. താഴത്തെ കാർ പാർക്കിംഗ് നില ഉൾപ്പെടെ 3 നില കെട്ടിടമാണ് പണിയാൻ ഉദ്ദേശിച്ചത്. എന്നാൽ SBIയിൽ നിന്ന് 1.5 കോടി രൂപ വായ്പ എടുത്താണ് വീട് നിർമ്മാണം എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വീട് നിർമ്മാണം യഥാസമയം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവര പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് വിജിലൻസിന്റെ ഒരു വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അജിത് കുമാറിനെ DGP തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭ അനുമതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാകുന്നത് എന്നതും ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. ഘടകകക്ഷികൾ പോലും DGP ആക്കുന്നതിനെ എതിർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് DGPയിലേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള തീരുമാനമെടുത്തതെന്ന് പറയുമ്പോൾ ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് നൽകിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തെ പദവിയിൽ തുടരുന്നതിന് അല്ലെങ്കിൽ ആ പദവി DGP പദവി നൽകുന്നതിൽ തെറ്റില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി പറയാൻ കഴിയും എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ മറ്റൊരു പ്രത്യേകത. ഈ കുറുവൻകോണത്ത് ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചു വിറ്റെന്നായിരുന്നു അടുത്തൊരു ആരോപണം ഉണ്ടായിരുന്നത്. ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊരു പരാതി ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം ശരിയല്ല എന്നാണ് ഇപ്പോൾ വിജിലൻസിന്റെ ആ പ്രത്യേക കണ്ടെത്തൽ. 2009 ഈ കോണ്ടൂർ ബിൽഡേഴ്സുമായി ഫ്ളാറ്റ് വാങ്ങാൻ 37 ലക്ഷം രൂപയ്ക്ക് കരാർ ഒപ്പിടുന്നത്. ഇതിനായി 25 ലക്ഷം രൂപ വായ്പയും എടുത്തിരുന്നു. 2013 കമ്പനി ഫ്ളാറ്റും കൈമാറി. പക്ഷെ സ്വന്തം പേരിലേക്ക് ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്യാൻ വൈകി എന്ന് മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത്. 4 വർഷം താമസ ശേഷമാണ് ADGP അജിത് കുമാർ അതിൽ സ്വന്തം പേരിലേക്ക് മാറ്റിയത്. 65 ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് വിൽക്കുന്നത് 2016 വിൽപ്പനയ്ക്ക് 10 ദിവസം മുൻപാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുകയായിരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു രജിസ്ട്രേഷൻ ഉണ്ടാകുന്ന താമസം അല്ലെങ്കിൽ അത്രയും നാളുകളും അവിടെ താമസിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൊല്ലാപ്പുകൾ എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് ADGP ആയതുകൊണ്ട് 4 വർഷം താമസിച്ച ശേഷം മാത്രമാണ് രജിസ്ട്രേഷനിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിജിലൻസിന്റെ കണ്ടെത്തൽ. 8 വർഷം കൊണ്ടുണ്ടായ സ്ഥലത്തിന്റെ വിലവർധനമാണ് ആ വീടിന്റെ വിലയിൽ ഉണ്ടായതെന്നാണ് വിജിലൻസ് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. സർക്കാരിനെ അറിയിക്കുന്ന അടക്കം എല്ലാ നടപടിക്രമങ്ങളും ഈ കാര്യത്തിൽ പാലിച്ചിട്ടുണ്ടെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. കസ്റ്റംസിലെ ചിലരുടെ സഹായത്തോടെ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഒത്താശ ചെയ്തിരുന്നെന്നും ഇതിന്റെ വിഹിതം MR അജിത് കുമാറിന് ലഭിച്ചുവെന്നായിരുന്നു മറ്റൊരു ആരോപണം. സുജിത് ദാസിന്റെ കാലയളവിൽ ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വരെ കേസുകളിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും ആ റിപ്പോർട്ടിലുണ്ട്. തനിക്കെതിരായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ലോൺ വിവരങ്ങൾ, കവടിയാറിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങിയവ വിജിലൻസിന് ഇപ്പോൾ കൈമാറിയിട്ടുണ്ടായിരുന്നു ADGP അജിത് കുമാർ. ആരോപണത്തിന് പിന്നിൽ മതമൗലികവാദികളാണെന്നും പ്രത്യേക ലക്ഷ്യങ്ങളോടെയാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അജിത് കുമാർ ആരോപിച്ചിരുന്നു. അജിത് കുമാറിനെ DGPയെ സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശയാണ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. പക്ഷേ വലിയ വിവാദങ്ങൾ എന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഇപ്പോൾ DGPയായി പരിഗണിക്കരുത് എന്ന് ഘടകകക്ഷികൾ പറഞ്ഞിട്ട് പോലും അതൊന്നും അംഗീകരിച്ചിരുന്നില്ല. DGP അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകുകയായിരുന്നു. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കുറച്ചുകൂടി വെള്ള പൂശാൻ ഇപ്പോൾ വിജിലൻസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അജിത് കുമാറിന് ആ സ്ഥാനക്കയറ്റം കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എന്തായാലും ഈ റിപ്പോർട്ട് കൂടി അംഗീകരിക്കുന്നതോടെ MR അജിത് കുമാറിനെ പൂർണ്ണമായും പൗഡറിട്ട് കുട്ടപ്പനാക്കിയിരിക്കുകയാണ് വിജിലൻസും മന്ത്രിസഭയും മുഖ്യമന്ത്രിയും ഒക്കെ എന്ന് പറയേണ്ടി വരും.